മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള 4ാം ടെസ്റ്റിനിടെ വിവാദമായ ചില സംഭവങ്ങളും അരങ്ങേറി. ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റായിരുന്നു പ്രധാനം. സ്നിക്കോമീറ്ററിലെ എഡ്ജ് തെളിവുകളൊന്നുമില്ലാതെ അദ്ദേഹത്തെ തേർഡ് അമ്പയർ വിക്കറ്റ് വിളിച്ച് പുറത്താക്കി. ഈ സംഭവം ആരാധകരുടെയും കമന്റേറ്റർമാരുടെയും ഇടയിൽ കടുത്ത ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. 84 റൺസുമായി ജയ്സ്വാൾ ബാറ്റ് ചെയ്യുമ്പോൾ 71ാം ഓവറിലെ 5ാം പന്തിലായിരുന്നു സംഭവം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഒരു ഷോർട്ട് ഡെലിവറി എറിയുന്നു. ജയ്സ്വാൾ ഹുക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പന്ത് നേരിട്ട് വിക്കറ്റ് കീപ്പർ അലക്സ് കാരിയുടെ അടുത്തേക്ക് പോയത്. ഓസ്ട്രേലിയൻ കളിക്കാരിൽ നിന്ന് ഒരു അപ്പീൽ വരുന്നു. ഓൺഫീൽഡ് അമ്പയർ ജോയൽ വിൽസൺ ആദ്യം നോട്ട് ഔട്ട് വിധിച്ചെങ്കിലും ഓസ്ട്രേലിയ റിവ്യൂ തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്ലോ മോഷൻ റീപ്ലേകളിലും സ്നിക്കോമീറ്റർ ഡാറ്റയും ഉൾപ്പെടെയുള്ള ഫുട്ടേജുകൾ അവലോകനം ചെയ്യാൻ തേർഡ് അമ്പയർ കുറച്ച് സമയം ചെലവഴിച്ചു. സ്നിക്കോമീറ്റർ ബാറ്റുമായോ ഗ്ലൗസുമായോ സമ്പർക്കം കാണിക്കുന്ന സ്പൈക്കൊന്നും കാണിച്ചില്ലെങ്കിലും ദൃശ്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യതിചലനമുണ്ടായെന്ന് തേർഡ് അമ്പയർ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അമ്പയറുടെ തീരുമാനം തിരുത്തി ജയ്സ്വാളിനെ പുറത്താക്കുകയും അദ്ദേഹം ചെയ്തു. ഈ തീരുമാനം ഇന്ത്യൻ ആരാധകരിൽ പ്രകോപനമാണ് സൃഷ്ടിച്ചത്. വ്യക്തമായ തെളിവുകളുടെ അഭാവം ഓൺഫീൽഡ് കോൾ നിലനിർത്താൻ ആവശ്യമാണ് ക്രിക്കറ്റിൽ. ജയ്സ്വാളിനെ പുറത്താക്കിയതിനെ ചോദ്യം ചെയ്ത് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ നിരാശ പ്രകടിപ്പിക്കുന്നത്. 340 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന മത്സരത്തിൽ സമനില വഴങ്ങാമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കാണ് ജയ്സ്വാൾ പുറത്തായതോടുകൂടി വിരാമമിട്ടത്. 8 ഫോറുകൾ സഹിതം 84 റൺസ് നേടിയ യുവ ഓപ്പണർ പൊരുതി കളിക്കുകയായിരുന്നു ഇന്ത്യക്കു വേണ്ടി. അത് ഇന്ത്യക്ക് ഒരു സമനില നേടിക്കൊടുക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ജയ്സ്വാൾ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ശേഷിക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പെട്ടെന്ന് തന്നെ മടങ്ങി. 2ാം ഇന്നിംഗ്സിൽ 155 റൺസിന് ഓൾ ഔട്ടായി. മത്സരത്തിൽ 184 റൺസിന് തോൽക്കുകയും 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസീസ് 2-1 ലീഡ് ചെയ്യുകയും ചെയ്തു.